ഹലോ ഫ്രണ്ട്സ്, ഡാറ്റ സ്ട്രക്ചറിലെ സോർട്ടിംഗ് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ അൽഗോരിതംസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഇൻ പ്ലേസ് സോർട്ടിംഗ് അൽഗോരിതംസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെ അൽഗോരിതംസാണ് ഇൻ പ്ലേസ് വരുന്നതെന്ന് അറിയാം. നോൺ കമ്പാരിസൺ സോർട്ടിങ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയസ് സോർട്ടിങ്സ് അൽഗോരിതംസിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് പഠിക്കാം. നേരത്തെ പ്രിപ്പയർ ചെയ്തിരുന്നിരുന്ന ഒരു നോട്ട്ബുക്കാണ് ഞാനിന്ന് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് നോട്ട് എ സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതം? അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതംസ് എന്ന് നോക്കാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതം മെയിൻറ്റെയിൻ ദ റിലേറ്റീവ് ഓർഡർ ഓഫ് റെക്കോർഡ്സ് വിത്ത് ഈക്വൽ കീസ്. ഒരു സോർട്ടിംഗ് ടെക്നിക്കിൽ ഈക്വൽ കീസ് വരുമ്പോൾ ഇൻപുട്ട് അറേയുടെ ഓർഡറിൽ തന്നെ ഔട്ട്പുട്ട് അറേയിലും വരുന്ന സോർട്ടിംഗ് ടെക്നിക്സാണ് സ്റ്റേബിൾ അൽഗോരിതംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, രണ്ട് ഈക്വൽ കീസാണ് 6ഉം എസ്സും എന്ന് വിചാരിക്കുക. ഒറിജിനൽ ലിസ്റ്റിൽ 6 എസ്സിന് മുൻപിൽ വരുന്നതെങ്കിൽ സോർട്ടഡ് ലിസ്റ്റിലും 6 എസ്സിന് മുൻപിൽ തന്നെ വരണം. അങ്ങനെ വരുമ്പോഴാണ് സോർട്ടിംഗ് സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്, സ്റ്റേബിൾ അൽഗോരിതം ആണെന്ന് പറയുന്നത്. A sorting algorithm is stable if whenever there are two records R and S with the same key and with R appearing before S in the original list, R will appear before S in the sorted list. Two objects with equal keys appear in the same order in sorted output as they appear in the input array. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 5, 8, 9, 8, 3 ഇതാണ് നമ്മുടെ ഇൻപുട്ട് അറേ. സോർട്ട് ചെയ്ത് വരുമ്പോൾ 3, 5, 8, 8, 9 ആയിരിക്കുമല്ലോ ഔട്ട്പുട്ട് വരുന്നത്. ഈ അൽഗോരിതം സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വരുന്ന 8 ഐ ആയിട്ടും സെക്കൻഡ് വരുന്ന 8 ജെ ആയിട്ടും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സോർട്ടിങ് കഴിഞ്ഞ് വരുന്ന അറേയിൽ ഫസ്റ്റ് വരുന്ന ഐ ഫസ്റ്റ് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് എം ആയിട്ട് വന്നു, സെക്കൻഡ് ജെ എൻ ആയിട്ട് വന്നു, ഓർഡർ നോക്കുക. ഫസ്റ്റ് ഐ ദെൻ ജെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോർട്ട് ചെയ്ത അറേയിലും ഫസ്റ്റ് 8 തന്നെ ഇവിടെ വരികയാണെങ്കിലും സെക്കൻഡ് 8 ഇവിടെ എൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതിനെയാണ് സ്റ്റേബിൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി അൺസ്റ്റേബിൾ ആകുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് വരുന്ന 8 ഈ ഐ എന്ന് പറയുന്നത് സോർട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഓർഡർ മാറിപ്പോയി, പൊസിഷൻ മാറിപ്പോയി, ഇവിടെ എന്നിൽ വന്നു. സെക്കൻഡ് വരുന്ന ജെ ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് വന്നു. അങ്ങനെയുള്ള സോർട്ടിംഗ് ആണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. സ്റ്റേബിൾ അൽഗോരിതംസിന് എക്സാമ്പിൾസ് ആണ് ഇൻസേഷൻ സോർട്ട്, ബബിൾ സോർട്ട്, മെർജ് സോർട്ട്, കൗണ്ട് സോർട്ട്, റാഡിക്സ് സോർട്ട്, ബക്കറ്റ് സോർട്ട്. ഇത്രയും സ്റ്റേബിൾ അൽഗോരിതംസ് ആണ്. അൺസ്റ്റേബിൾ അൽഗോരിതംസ് ആണ് സെലക്ഷൻ സോർട്ട്, ഹീപ്പ് സോർട്ട്, ക്യുക്ക് സോർട്ട്, ഷെൽ സോർട്ട്. അപ്പോൾ സ്റ്റേബിൾ അൽഗോരിതംസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈക്വൽ കീസിന് ഇൻപുട്ട് അറേയിലും സോർട്ടഡ് അറേയിലും സെയിം ഓർഡർ വരുന്നതാണ് സ്റ്റേബിൾ അൽഗോരിതംസ്. ഇനി നമുക്ക് നേരത്തെ വായിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. വിച്ച് ഈസ് നോട്ട് എ സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതം? ഇൻസേഷൻ, സെലക്ഷൻ, ബബിൾ, മെർജ്. സെലക്ഷൻ സോർട്ടിംഗ് ആണ് സ്റ്റേബിൾ അൽഗോരിതം അല്ലാത്തത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതം. ഓപ്ഷൻസിൽ ഏതാണ് സ്റ്റേബിൾ സോർട്ടിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെർജ് സോർട്ട്, ക്യുക്ക് സോർട്ട്, ഹീപ്പ് സോർട്ട്, സെലക്ഷൻ സോർട്ട്. ഇതിൽ മെർജ് സോർട്ടാണ് സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതം. ബാക്കിയെല്ലാം അൺസ്റ്റേബിൾ ആണെന്ന് നമ്മൾ നോക്കിയല്ലോ. തേർഡ് ക്വസ്റ്റ്യനും സ്റ്റേബിൾ അൽഗോരിതം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. കൗണ്ടിങ് സോർട്ട്, ബക്കറ്റ് സോർട്ട്, റാഡിക്സ് സോർട്ട്, ഓൾ ഓഫ് ദ അബോവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതം ആണ്. ഓൾ ഓഫ് ദ അബോവ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ആൻ ഇൻ പ്ലേസ് സോർട്ടിംഗ് അൽഗോരിതം ആണ്. ഇൻ പ്ലേസ് സോർട്ടിംഗ് അൽഗോരിതം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻ പ്ലേസ് സോർട്ടിംഗ് അൽഗോരിതം എന്ന് നോക്കാം. ആൻ ഇൻ പ്ലേസ് സോർട്ടിംഗ് അൽഗോരിതം ഡയറക്ട്ലി മോഡിഫൈസ് ദ ലിസ്റ്റ് ദാറ്റ് ഈസ് റിസീവ്ഡ് ആസ് ഇൻപുട്ട് ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ ലിസ്റ്റ് ദാറ്റ് ഈസ് ദെൻ മോഡിഫൈഡ്. In this sorting, a small amount of extra space it uses to manipulate the input set.
ഇൻപ്ലേസ് സോർട്ടിംഗ് അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് എക്സ്ട്രാ സ്പേസ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ലിസ്റ്റ് ഇൻപ്ലേസ് അൽഗോരിതംസിൽ ഡയറക്റ്റ്ലി മോഡിഫൈ ചെയ്യുകയാണ്. ചില അൽഗോരിതംസിൽ ന്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മോഡിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇൻപ്ലേസ് അൽഗോരിതത്തിൽ ഡയറക്റ്റ്ലി ലിസ്റ്റ് മോഡിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്ട്രാ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട് ഇൻപ്ലേസ് അൽഗോരിതംസ്. ഇൻപ്ലേസ് അൽഗോരിതം അപ്ഡേറ്റ്സ് ഇൻപുട്ട് ഓൺലി ത്രൂ റീപ്ലേസ്മെൻറ്റ് ഓർ സ്വാപ്പിംഗ് ഓഫ് എലമെൻറ്റ്സ്. ഇനി ഏതൊക്കെയാണ് ഇൻപ്ലേസ് അൽഗോരിതത്തിൽ വരുന്നതെന്ന് നോക്കാം. ക്വിക്ക് സോർട്ട്, ഹീപ്പ് സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, ബബിൾ സോർട്ട്, ഷെൽ സോർട്ട്, റാഡിക്സ് സോർട്ട്. ഇൻപ്ലേസ് അല്ലാത്തത് മെർജ് സോർട്ട്, കൗണ്ടിങ് സോർട്ട്, ബക്കറ്റ് സോർട്ട്. അപ്പോൾ എല്ലാവരും ഇത്രയും ഈ അൽഗോരിതംസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ച് തന്നെ പഠിക്കണം. നമുക്കിനി നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമല്ലോ. ഇൻപ്ലേസ് അൽഗോരിതം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെർജ് സോർട്ടാണ് ഇൻപ്ലേസ് അൽഗോരിതം അല്ലാത്തത് ഈ ഓപ്ഷൻസിൽ. സെലക്ഷൻ സോർട്ടും ഹീപ്പും ക്വിക്കും ഇൻപ്ലേസ് ആണ്. മെർജ് സോർട്ട് ഇൻപ്ലേസ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇൻപ്ലേസ് അൽഗോരിതത്തിനെ കുറിച്ചിട്ടാണ്. ഏതാണ് ഓപ്ഷൻസിൽ ഇൻപ്ലേസ് അൽഗോരിതം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൗണ്ടിങ് സോർട്ട്, റാഡിക്സ് സോർട്ട്, ബക്കറ്റ് സോർട്ട് ഓപ്ഷനിലുണ്ട്. അതിൽ റാഡിക്സ് സോർട്ടാണ് ഇൻപ്ലേസ് അൽഗോരിതം. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ടൈം കോംപ്ലക്സിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ആദ്യം ഒന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. സോർട്ടിംഗ് ടെക്നിക്സ്, അതിൽ ബെസ്റ്റ് കേസ്, ആവറേജ് കേസ്, വേഴ്സ്റ്റ് കേസ്, അതിൻ്റെ തന്നെ സ്പേസ് കോംപ്ലക്സിറ്റിയും പറയുന്നുണ്ട്. ഇൻസെഷൻ സോർട്ട് ബെസ്റ്റ് കേസ് ഓർഡർ ഓഫ് n ആണ്, ആവറേജ് ഓർഡർ ഓഫ് n സ്ക്വയർ, വേഴ്സ്റ്റ് കേസ് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്, സ്പേസ് ഓർഡർ ഓഫ് 1. സെലക്ഷൻ സോർട്ട് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ് ബെസ്റ്റ് കേസ് വരുന്നത്, ആവറേജും വേഴ്സ്റ്റ് കേസും ഓർഡർ ഓഫ് n സ്ക്വയർ, സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 തന്നെയാണ്. ബബിൾ സോർട്ട് ബെസ്റ്റ് കേസ് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ് ആവറേജും വേഴ്സ്റ്റ് കേസും വരുന്നത്, സ്പേസ് ഓർഡർ ഓഫ് 1. അപ്പോൾ ഇത് മൂന്നും കോമൺ ആയിട്ട് വരുന്ന സോർട്ടിംഗ് ടെക്നിക്സ്. അതിൽ സെലക്ഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് കേസും ആവറേജും വേഴ്സ്റ്റ് കേസും ഓർഡർ ഓഫ് n സ്ക്വയർ തന്നെയാണ്. ഇൻസേഷനും ബബിൾ സോർട്ടിലും ബെസ്റ്റ് കേസ് ഓർഡർ ഓഫ് n ആണെങ്കിലും ആവറേജും വേഴ്സ്റ്റ് കേസും ഓർഡർ ഓഫ് n സ്ക്വയർ തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം മെർജ് സോർട്ട്. മെർജ് സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് ഓർഡർ ഓഫ് n log n ആണ്, ആവറേജും വേഴ്സ്റ്റ് കേസും മെർജ് സോർട്ടിൻ്റെ ഓർഡർ ഓഫ് n log n തന്നെയാണ്, സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. ക്വിക്ക് സോർട്ട് നോക്കാം. ക്വിക്ക് സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് ഓർഡർ ഓഫ് n log n ആണ്, ആവറേജ് കേസും ഓർഡർ ഓഫ് n log n ആണ്. ബട്ട് ക്വിക്ക് സോർട്ടിൻ്റെ വേഴ്സ്റ്റ് കേസ് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. അതുപോലെ തന്നെ സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് log n ആണ്. ക്വിക്ക് സോർട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, എക്സാംസിന് കണ്ടിട്ടുണ്ട്. വേഴ്സ്റ്റ് കേസ് കൂടുതലായിട്ടും ചോദിക്കും. ക്വിക്ക് സോർട്ടിൻ്റെ വേഴ്സ്റ്റ് കേസ് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്, ബെസ്റ്റ് കേസും ആവറേജ് കേസും ഓർഡർ ഓഫ് n log n ആണ്. ഹീപ്പ് സോർട്ടിൻ്റെ ബെസ്റ്റ് കേസും ആവറേജും വേഴ്സ്റ്റ് കേസും ഓർഡർ ഓഫ് n log n തന്നെയാണ്. സ്പേസ് കോംപ്ലക്സിറ്റി ആണെങ്കിൽ ഓർഡർ ഓഫ് 1 ആണ്. നെക്സ്റ്റ് നമുക്ക് കൗണ്ടിങ് സോർട്ട് നോക്കാം. കൗണ്ടിങ് സോർട്ട് ബെസ്റ്റ് കേസ് ഓർഡർ ഓഫ് n plus k, ആവറേജ് കേസും വേഴ്സ്റ്റ് കേസും ഓർഡർ ഓഫ് n plus k തന്നെയാണ്. ഓർഡർ ഓഫ് k ആണ് സ്പേസ് കോംപ്ലക്സിറ്റി. റാഡിക്സ് സോർട്ടിൻ്റെ ഓർഡർ ഓഫ് nk ആണ്, ബെസ്റ്റ് കേസ് ആവറേജ് വേഴ്സ്റ്റ് കേസ് എല്ലാം വരുന്നത്. ഓർഡർ ഓഫ് n plus k ആണ് സ്പേസ് കോംപ്ലക്സിറ്റി വരുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും നോട്ട് ചെയ്ത് എല്ലാവരും നന്നായി പഠിക്കുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റണ്ണിങ് മെർജ് സോർട്ട് ഓഫ് സൈസ് n വിച്ച് ഈസ് ഓൾറെഡി സോർട്ടഡ് ഒരു അറയിൽ മെർജ് സോർട്ടിൻ്റെ കോംപ്ലക്സിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഡർ ഓഫ് n log n തന്നെയാണ്. ഓൾറെഡി സോർട്ടഡ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് കേസ് വരും. മെർജ് സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് ആണെങ്കിലും ആവറേജ് ആണെങ്കിലും വേഴ്സ്റ്റ് കേസ് ആണെങ്കിലും ഓർഡർ ഓഫ് n log n തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വിക്ക് സോർട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം കോംപ്ലക്സിറ്റി ഓഫ് എ ക്വിക്ക് സോർട്ട് വിച്ച് മേക്സ് യൂസ് ഓഫ് മീഡിയൻ ഫൗണ്ട് ബൈ എൻ ഓർഡർ ഓഫ് n അൽഗോരിതം. ഓർഡർ ഓഫ് n log n ആണ് കോംപ്ലക്സിറ്റി വരുന്നത്. ക്വിക്ക് സോർട്ടിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ നേരത്തെ നോക്കി.
ഓർഡർ ഓഫ് n സ്ക്വയർ വേഴ്സ്റ്റ് കേസിൽ വരും, ബെസ്റ്റ് കേസും ആവറേജ് കേസും ഓർഡർ ഓഫ് n log n തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് എ കമ്പാരിസൺ ബേസ്ഡ് സോർട്ട്. കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. റാഡിക് സോർട്ടാണ് കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് അല്ലാത്തത്. അപ്പോൾ നമുക്ക് നോൺ കമ്പാരിസൺ സോർട്ടിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൗണ്ടിങ് സോർട്ടിംഗ്, ബക്കറ്റ് സോർട്ട്, റാഡിക് സോർട്ടിംഗ്, ഇതെല്ലാം നോൺ കമ്പാരിസൺ സോർട്ടിംഗ് ആണ്. നോട്ട് ചെയ്യുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് എ നോൺ കമ്പാരിസൺ സോർട്ടിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോൺ കമ്പാരിസൺ സോർട്ടിംഗ് അല്ലാത്തത്, അതായത് കമ്പാരിസൺ സോർട്ടിംഗ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഷെൽ സോർട്ടാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ. കൗണ്ടിങ്ങും ബക്കറ്റും റാഡിക്സും നോൺ കമ്പാരിസൺ സോർട്ടിംഗ് ആണെന്ന് നമ്മൾ നോക്കിയല്ലോ. അപ്പോൾ ഷെൽ സോർട്ടാണ്. ഷെൽ സോർട്ട് ഒരു കമ്പാരിസൺ സോർട്ടിംഗ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നോട്ട് എ നോൺ കമ്പാരിസൺ സോർട്ടിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോംപ്ലക്സിറ്റി ഓഫ് ഹീപ്പ് സോർട്ട് വേഴ്സ്റ്റ് കേസാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഡർ ഓഫ് n log n. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സോർട്ടഡ് ഓർ നിയർലി സോർട്ടഡ് ബെസ്റ്റ് അൽഗോരിതം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇൻസേഷൻ സോർട്ടാണ് ബെസ്റ്റ് അൽഗോരിതം ഫോർ സോർട്ടഡ് ഓർ നിയർലി സോർട്ടഡ് ലിസ്റ്റ്. റാൻഡം എലമെൻറ്റ്സ് സോർട്ട് ചെയ്യാൻ പറഞ്ഞാലും ഇൻസേഷൻ സോർട്ട് തന്നെയാണ് ബെസ്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അൽഗോരിതം സോർട്ട് ചെയ്യാനായിട്ട് ലീസ്റ്റ് അറ്റൻഷൻ ടു ദ ഓർഡറിങ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഇൻപുട്ട് ലിസ്റ്റ്. ഇൻപുട്ട് ലിസ്റ്റിൻ്റെ ഓർഡറിങ്ങിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സോർട്ടിംഗ് അൽഗോരിതം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സെലക്ഷൻ സോർട്ടാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഈസ് മിനിമൈസ്ഡ് ഇൻ. ഏത് സോർട്ടിങ്ങിലാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് കുറവായിട്ടുള്ളത്? സെലക്ഷൻ സോർട്ട്. ബബിൾ സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് ചോദിച്ചിട്ടുണ്ട്. ഓർഡർ ഓഫ് n ആണ്. 0 to n cube. വിച്ച് അൽഗോരിതം സോർട്ടിംഗ് ഇൻ ഓർഡർ ഓഫ് n ടൈം? റാഡിക് സോർട്ടാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് അൽഗോരിതംസ് തന്നിട്ട് അതിൽ ലോവസ്റ്റ് വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഏതിലാണെന്നാണ് ചോദ്യം. ഇൻസേഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ക്വിക്ക് സോർട്ട്, ഹീപ്പ് സോർട്ട്, അത്രയാണ് ഓപ്ഷൻസ്. ഹീപ്പ് സോർട്ടാണ് അതിന് ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം. ഇൻസേഷൻ സോർട്ട് ആണെങ്കിലും സെലക്ഷൻ, ക്വിക്ക് സോർട്ട് എല്ലാം വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി വരുന്നത് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. ഹീപ്പ് സോർട്ട് ആണെങ്കിൽ ഓർഡർ ഓഫ് n log n ആണ്. സോ ലോവസ്റ്റ് വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി വരുന്നത് ഓർഡർ ഓഫ് n log n വരുന്ന ഹീപ്പ് സോർട്ടിനാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. താങ്ക് യു.